ഹൃദയപൂർവം ഭാഗം 64. അവൾ ദീർഘനിശ്വാസത്തോടെ മാധവിനെ നോക്കി. നീ നോക്കണ്ട, എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതില്. ആ പെൺകുട്ടി എന്നെ സ്നേഹിച്ചത് എന്റെ തെറ്റല്ല എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്നും അവൻ നടന്നുപോയി. അവനെ എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെ കാണണമെന്ന് തോന്നി. അവൻ വേഗം റൂമിലേക്ക് ചെന്നു. ലക്ഷ്മി ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കായിരുന്നു. പെട്ടെന്ന് മാധവിനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. സാരിയുടെ തലപ്പ് വേഗം ദേഹത്തേക്കിട്ടു. എന്നാൽ അതൊന്നും നോക്കാതെ വേഗം ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മാധവ്. പെട്ടെന്നായതുകൊണ്ട് ലക്ഷ്മി ഒന്ന് പകച്ചുപോയി. എങ്കിലും അവളും തിരിച്ച് അവനെ ചേർത്ത് പിടിച്ചു. എന്തുപറ്റി മാധവേട്ടാ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കണമെന്ന് തോന്നി, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ പതിയെ ചുംബിച്ചു. രണ്ടുപേരും കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. എന്തെങ്കിലും സങ്കടമുണ്ടോ മാധവേട്ടന്? അവൾ ചോദിച്ചു. സങ്കടമൊന്നുമില്ല, അവൻ പറഞ്ഞു. പിന്നെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നി, അവൻ പറഞ്ഞു. അതെ, അമ്പലത്തിൽ പോകാനുള്ളതല്ലേ മാധവേട്ട? അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവൾ പറഞ്ഞു. അമ്പലത്തിൽ പോകാനോ? നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നല്ലേ ഉള്ളൂ, ഇനി വീണ്ടും അമ്പലത്തിൽ പോണോ? അവൻ ചോദിച്ചു. അത് എല്ലാവരും പറഞ്ഞു, ആ മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിൽ പോകാന്ന്, അവൾ പറഞ്ഞു. അങ്ങോട്ട് പോകാനാണോ? മാധവ് ചോദിച്ചു. അതെ, അവിടെ പോയിരുന്ന് സംസാരിക്കാൻ എന്നാ പറയുന്നത്. അവിടെ ഗംഗച്ചിച്ചി ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് അവിടെ പോകാന്ന് പറഞ്ഞു. മാധവേട്ടനോട് പറഞ്ഞില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അതങ്ങനെയാണല്ലോ, ഇനി നിങ്ങൾ തീരുമാനം എടുക്കും, ഞങ്ങൾ ഭർത്താക്കന്മാരനുസരിക്കും. അങ്ങനെയാണല്ലോ ഇനി നടക്കാൻ പോകുന്നത്, അവൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് എന്തായാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ മാധവേട്ടനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ വേണ്ടാന്ന് പറയുന്നത്, അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. ഇത് പറഞ്ഞ് അവൾ അവൻ്റെ കവിളിൽ പിടിച്ചു. അവൻ ആ സമയം അവളുടെ രണ്ട് ഇടുപ്പിലും കൈവച്ചു. ആ സമയം മാധവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉദയനാണ്. എടാ, ഞങ്ങൾക്കറിയാം നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നെല്ലാം. പക്ഷേ ഇവിടെ ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിനക്കുള്ളത് നല്ലതാണ്. വേഗം റെഡിയായി വരാൻ നോക്കടാ. പെണ്ണുങ്ങളെല്ലാം കൂടി ആ മലമുകളിലെ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ അവിടെ പോകാം, സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കുകയും ചെയ്യാം എന്ന് കരുതി ഞങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറും മേഡവും കൂടി ഒന്ന് താഴേക്ക് വന്നാൽ നന്നായിരുന്നു. ഉദയൻ പറഞ്ഞതും അവൻ ചിരിയോടെ ഞങ്ങളെത്തി. അല്ല, നവീൻ ശോഭനാമ്മയെ കൊണ്ടുപോയി ആക്കാൻ പോയിട്ട് വന്നോ? മാധവ് ചോദിച്ചു. അവൻ എപ്പോഴേ വന്നു. ആണോ? എന്നാ ഇനി ഞങ്ങൾ വരാത്തത് കൊണ്ട് ഇനി നിങ്ങൾ വൈകണ്ട, മാധവ് പറഞ്ഞു. മാധവേട്ടൻ ഡ്രസ്സ് മാറുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, എനിക്കിത് തന്നെ മതി, അവൻ പറഞ്ഞു. ഞാൻ സഹായിക്കണോ? അവൾ സാരി പിൻ ചെയ്ത് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട, എൻ്റെ കഴിഞ്ഞു, അവൾ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അവൻ ചോദിച്ചു. കഴിഞ്ഞു. കുറച്ച് നേരത്തെ വരായിരുന്നു അല്ലേ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, അവൻ പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടു കാറിന്റെ അടുത്ത് നിൽക്കുന്ന ഉദയനെ. അതെ, ഞങ്ങൾ ഈ കാറിൽ വരാം, നീയും ലക്ഷ്മിയും കൂടി നിന്റെ കാറിൽ വന്നാൽ മതി, ഉദയൻ പറഞ്ഞു. എല്ലാവരും കൂടി എങ്ങനെയാ അതിന് ഞാനും നവീനും പിന്നെ ഇവരല്ലേ ഉള്ളൂ, ഞങ്ങൾ എല്ലാവരും കൂടി വന്നോളാം. നിങ്ങൾ പുതുമുടിയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ടാകും. എന്തിനാ ഞങ്ങള് നിങ്ങളുടെ പ്രാക്ക് ഏറ്റുവാങ്ങുന്നത്? അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ പിന്നാലെ കഥയൊക്കെ പറഞ്ഞു വന്നോളാം, ഉദയൻ പറഞ്ഞു. അത് വേണ്ട, നിങ്ങളെ എനിക്ക് അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നേ പോയിക്കോ, പുറകെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് മാധവ് അവന്റെ കാറിൽ കയറി. അല്ലെങ്കിൽ നമുക്ക് ബുള്ളറ്റ് എടുത്താലോ എന്ന് പറഞ്ഞ് അവൻ ലക്ഷ്മിയെ നോക്കിയപ്പോൾ അവൾക്ക് 100 വട്ടം സമ്മതമായിരുന്നു. മാധവ് കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടതും വണ്ടിയെടുത്ത് ഗേറ്റിനടുത്തേക്ക് പോയ ഉദയൻ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ബുള്ളറ്റിൽ വന്നോളാം, മാധവ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്താ നീ നേരത്തെ പറയാതിരുന്നത് എന്ന്. ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായത്? അതേടാ, നിന്റെ ഒപ്പം കൂടി എന്റെ ഉള്ള ബോധം കൂടി പോയിരിക്കാണ്, പോകാൻ നോക്കടാ, മാധവ് പറഞ്ഞു. ഓ, ഞങ്ങൾ പോയി എന്ന് പറഞ്ഞ് അവർ വണ്ടിയെടുത്തതും അവരുടെ പുറകെ തന്നെ മാധവ് അവന്റെ ബുള്ളറ്റ് എടുത്തു. മാധവിന്റെ ഒപ്പം ചേർന്നുള്ള യാത്ര ലക്ഷ്മി നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോ
കാർ വേണ്ട അല്ലേ? മാധവ് വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചു. മഴയാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ മാധവേട്ട? അവൾ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? മഴയാണെങ്കിൽ മഴ മാറുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കും. ഇനി അത്ര അത്യാവശ്യമായിട്ട് പോകേണ്ട സ്ഥലമാണെങ്കിൽ നമ്മൾ കാറിന് പോകും. പിന്നെ മഴ നനഞ്ഞ് ബുള്ളറ്റിൽ പോകുന്നത് ഒരു രസമൊക്കെയാണ്, മാധവ് പറഞ്ഞു. അതെ, രസമൊക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് പനി പിടിച്ച് കിടക്കുമ്പോഴും നല്ല രസമായിരിക്കും, അവൾ പറഞ്ഞു. എനിക്കങ്ങനെ പെട്ടെന്ന് പനി വരുന്ന കൂട്ടത്തിലല്ല, അവൻ പറഞ്ഞു. ഇനി എനിക്ക് പനി വന്നാലും എനിക്ക് നീയുണ്ടല്ലോ കൂട്ടിന്. എന്റെ ശരീരത്തുള്ള എന്റെ പനിച്ചൂടിനെ ആവാഹിക്കാൻ ഇനിയിപ്പോ പനി പോലും ഈ മാധവ് ഇഷ്ടപ്പെടുന്നുണ്ട് പെണ്ണെ, അവൻ പറഞ്ഞു. ഇനി പനി വരാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ആലോചിക്കട്ടെ, അവൻ പറഞ്ഞതും കൊല്ലും ഞാൻ. പനിച്ചു കിടന്ന നല്ല സുഖാണല്ലോ അല്ലേ? അവൾ ചോദിച്ചു. സുഖാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സുഖം തരാൻ നീയുണ്ടെങ്കിൽ അതൊരു സുഖം തന്നെയാണ്, അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവന്റെ തോളിലൊന്നടിച്ചു. എന്താ ഈ പറയുന്നത്? അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യല്ലേ? എനിക്ക് സുഖം തരാൻ നീയും നിനക്ക് സുഖം തരാൻ ഞാനുമില്ലേ? അവൻ പറഞ്ഞതും അവൻ സൈഡ് മിററിൽ കൂടി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരിക്കുന്നത് കണ്ടതും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അതെ, നമ്മൾ അന്നിങ്ങോട്ട് വന്ന കാര്യം ഒന്നും അവരോട് പറഞ്ഞിട്ടില്ലല്ലോ, മാധവ് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ലക്ഷ്മി പറഞ്ഞു. അതെന്താ ഇതുവരെ പറഞ്ഞില്ലേ? ഇന്ന് പറയാനാണോ തീരുമാനം? അവൻ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. അതെ, എന്റെ ഷോൾഡറിൽ നിന്നും കൈയെടുത്ത പെണ്ണെ, അവൻ പറഞ്ഞതും ഞാൻ വീഴും കൈവിട്ടാൽ, അവൾ പറഞ്ഞു. വീഴില്ല, ഞാനുള്ളപ്പോൾ സമ്മതിക്കോ? അതെ, കൈ എടുക്കാനേ പറഞ്ഞുള്ളൂ, ഇവിടെ വെക്ക് എന്ന് പറഞ്ഞ് അവൻ തന്നെ അവളുടെ കൈയെടുത്ത് അവന്റെ വയറിൽ വെപ്പിച്ചു. ഇങ്ങനെ വേണം ഇരിക്കാൻ, മാധവ് പറഞ്ഞതും. അതെ, ഞാനൊരു അധ്യാപികയാണ്. മാധവേട്ടനാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരാള്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയാലേ ആൾക്കാര് മൂക്കത്ത് വിരൽ വെക്കും. ഇത് സിറ്റിയല്ല, ഇത് സാധാരണക്കാരുള്ള നാട്ടുമ്പുറാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മളൊന്ന് സൂക്ഷിക്കണം, അവൾ പറഞ്ഞു. ദൈവമേ, ഞാനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണോ വിവാഹം കഴിച്ചത്? അവൻ മുകളിലേക്ക് നോക്കി പറയുന്നത് കേട്ടതും അവൾ അവന്റെ വയറിൽ ഒന്ന് പിച്ചി. എന്നെ വേദനിപ്പിച്ച വണ്ടി പാളിപ്പോകുകയെ, അവൻ പറഞ്ഞു. എന്നാ മതി, ഇനി സംസാരിക്കാതെ വണ്ടി ഓടിക്കെ, അവൾ പറഞ്ഞു. ഞാൻ സംസാരിക്കും, ഞാൻ എന്റെ പെണ്ണിനോടല്ലേ സംസാരിക്കുന്നത്, അവൻ പറഞ്ഞതും. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവളും പറഞ്ഞു. ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, അവൻ വീണ്ടും പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഗംഗച്ചേച്ചിയുടെ കാര്യത്തില് എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് തീരുമാനമാണ് മാധവേട്ടനെ എടുക്കാൻ പോകുന്നത്? അവൾ ചോദിച്ചു. അതിന് ആദ്യം അവര് തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അറിയണം, എന്നിട്ട് വേണം തീരുമാനം എന്താണ് എടുക്കാൻ എന്ന് ആലോചിക്കാൻ. അവന്റെ സംസാരം എല്ലാം കേട്ടിട്ട് അവനൊരു പ്രത്യേക ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. ഈ പ്രണയം മൂത്ത് ഭ്രാന്തായി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗംഗ പേടിക്കണം. ഇനി അവൻ ഈ കാണിക്കുന്നത് വെറും ഒരു ഷോയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് ഒതുക്കി തീർക്കാൻ പറ്റും, അവൻ പറഞ്ഞു. പക്ഷേ അവർ മാരീഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് പിന്നെ പ്രശ്നമല്ലേ, ഡിവോഴ്സ് എല്ലാം വേണ്ടി വരില്ലേ അവരെ തമ്മിൽ പിരിക്കാൻ, അവൾ ചോദിച്ചു. നോക്കാം, ആദ്യം ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കാം, മാധവ് പറഞ്ഞു. അപ്പോഴേക്കും ആ മലയുടെ താഴെയുള്ള ഭാഗത്തായി വണ്ടി ഇട്ടിരിക്കുന്ന ഉദയനെ കണ്ടു. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഗംഗയും ഇഷാനിയും മുകളിലേക്ക് നോക്കി ഇത് എങ്ങനെ കയറും എന്നുള്ളതുപോലെ നോക്കി നിൽക്കുന്നത് കണ്ടതും ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ലക്ഷ്മി ചോദിച്ചു. ഇതെങ്ങനെ കയറും എന്ന് ആലോചിക്കുന്നതാണ്, ഇഷാനി പറഞ്ഞു. ആ വഴി പോയി കഴിഞ്ഞാൽ നല്ല വഴിയാണ്, പിന്നെ അത് മാത്രമല്ല നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ക്ഷീണം അറിയില്ല, അവൾ പറഞ്ഞു. വന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ ആണല്ലോ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഉദയൻ വന്ന് അവളുടെ തോളിലൂടെ പിടിച്ചതും അവൾ പുറകെ വന്ന മാധവിനെ ഒന്ന് നോക്കി. അപ്പോ രണ്ടുപേരും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഉദയൻ മാധവിനെ നോക്കി ചോദിച്ചതും ഒരു പ്രാവശ്യം ഇയാളെ ഇവിടെയൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്, മാധവ് പറഞ്ഞു. മനസ്സിലായി, കാണിച്ചു കൊടുക്കാൻ വന്നതാണെന്ന് മനസ്സിലായി. അല്ലാതെ ഈ മലയുടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ വരാൻ പറ്റില്ലല്ലോ, ഉദയൻ പറഞ്ഞു. നീ ഇങ്ങനെ ഇവിടെ സംസാരിച്ച് നിൽക്ക്, ഞങ്ങൾ കയറട്ടെ എന്ന് പറഞ്ഞ് മാധവ് ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. ഇപ്പുറത്തെ കൈയിൽ മിത്രയും പിടിച്ചു. അതെ, ഞാൻ നടന്നോളാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി മുന്നേ നടന്നോ,
അവൾ പറഞ്ഞുകൊണ്ട് മാധവിന്റെ കൈ പിടിച്ചു. എന്നാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് മാധവും ലക്ഷ്മിയും കൂടി നടന്നു. അവരുടെ പുറകെയായിട്ട് ഉദയനും സാന്ദ്രയും, അതിന് പുറകിലായിട്ട് നവീൻ, ഇഷാനി, ഗംഗ, മിത്ര എന്നിവരും നടന്നു. പല സ്ഥലങ്ങളിലായി ഇരുന്ന് കയ്യിൽ കരുതിയ വെള്ളം കുടിച്ചും എല്ലാം എങ്ങനെയൊക്കെയോ അവർ മലയുടെ മുകളിലെത്തി. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കയറാതെ പുറമേയുള്ള പാറക്കെട്ടിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മിയും മാധവും ഉദയനും സാന്ദ്രയും കൂടി അകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു. തിരുമേനി ഒന്നുമില്ല ഇവിടെ, അദ്ദേഹം പൂജ കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ദേവിയുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവർ നിന്ന് തൊഴുതത്. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് മിത്ര ഫോണിൽ സെൽഫി എടുക്കുന്നു. ഇഷാനി പാറയുടെ മുകളിൽ കൈയെല്ലാം വിരിച്ചു കിടക്കുന്ന നവീന്റെ അടുത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഗംഗ കുറച്ചു മാറിയിരുന്ന് ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്തായി മാധവും ഉദയനും ലക്ഷ്മിയും സാന്ദ്രയും വന്നിരുന്നു. ഗംഗ, ഇങ്ങോട്ട് വാ. മാധവ് വിളിച്ചതും ഗംഗ എഴുന്നേറ്റ് മാധവിന്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെ ഇരിക്കെ. മാധവ് പറഞ്ഞതും ഗംഗ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. നിന്നെ ഞങ്ങള് എല്ലാവരും കൂടി ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നീ തന്നെ പറഞ്ഞോ, എന്താ സംഭവം? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞോ? നിയമപ്രകാരം നിങ്ങൾ എവിടെയെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടോ? എല്ലാം പറയും എന്ന് പറഞ്ഞു മാധവ്. പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു ഗംഗ. ഇടയ്ക്കാരും അവളോട് സംസാരിക്കാനോ അവളോട് എതിർത്ത് പറയാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒന്നും നിന്നില്ല. അവൾ പറയുന്നത് എല്ലാവരും ശാന്തമായി കേട്ടിരുന്നു. എല്ലാം കഴിഞ്ഞതും മാധവും നവീനും ഉദയനും പരസ്പരം നോക്കി. ഇനി എന്ത് എന്നുള്ളതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി എന്തു ചെയ്യണമെന്ന് അവർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് ആരും അവളെ കുറ്റപ്പെടുത്താനും പോയില്ല. ഈ സമയത്ത് അവളെ കുറ്റപ്പെടുത്തുകയല്ല, കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും തോന്നി. തെറ്റുപറ്റാത്തതായിട്ട് മനുഷ്യരില്ലല്ലോ എന്നായിരുന്നു ആ സമയം അവരെല്ലാവരും ചിന്തിച്ചത്. മാധവ് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. അവളോട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ലക്ഷ്മി എഴുന്നേറ്റ് ഗംഗയുടെ അടുത്ത് വന്നിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു. ആ സമയം അങ്ങനെയൊരു ചേർത്ത് പിടിക്കൽ അവൾക്ക് വേണമായിരുന്നു. മാധവ് അവിടെ നിന്നും എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു. അവൻ നിൽക്കുന്നത് കണ്ടത് ഉദയനും നവീനും കൂടി അങ്ങോട്ട് ചെന്നു. മാധവ്, ഇനിയിപ്പോ എന്തു ചെയ്യും? ഇത് മാത്രമല്ലല്ലോ പ്രശ്നം. ഇതിനിടയിൽ കൂടി ആ പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചും ഒരു പ്രശ്നം തന്നെയല്ലേ? മാധവ് പറഞ്ഞു. ശരിയാണ്, പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് പോലെ സിത്താരയല്ല, സന്ദീപാണ്. സിത്താരയുടെ കാര്യം നമുക്ക് ആരോട് വേണമെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു സംഭവമാണ്. കേട്ടാൽ തന്നെ മനസ്സിലാവും തെറ്റ് നമ്മുടെ ഭാഗത്തല്ല എന്ന്. പക്ഷേ ഗംഗയുടെ കാര്യം അങ്ങനെയല്ല. ആര് കേട്ടാലും ആദ്യം കുറ്റം പറയാൻ പോകുന്നത് ഗംഗയെ തന്നെയായിരിക്കും. അറിയാം, പക്ഷെ ഈ സമയത്ത് കുറ്റപ്പെടുത്തുകയല്ലോ, ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്, മാധവ് പറഞ്ഞു. അതെ, എടാ, ആ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് ഗംഗയുടെ പേരിൽ തന്നെയാണ് എന്നല്ലേ പറഞ്ഞത്? നവീൻ ചോദിച്ചതും അങ്ങനെയാണ് ഗംഗ പറഞ്ഞത്. പിന്നെ വേറെ എന്തെങ്കിലും എറണാകുളത്തുള്ള ആ സ്ഥാപനം, അതും ഗംഗയുടെ പേരിൽ മാത്രമല്ലേ? അതറിയില്ല, വാ ചോദിക്കാം എന്ന് പറഞ്ഞ് നവീൻ മുന്നിൽ നടന്നു. ഗംഗയെ ചേർത്ത് പിടിച്ച് സാന്ദ്രയും ലക്ഷ്മിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മാറി ഇഷാനിയും മിത്രയും. ഗംഗ, എറണാകുളത്തുള്ള ഷോപ്പ് നീ സന്ദീപിന്റെ പേരിലും കൂടിയാണോ വാങ്ങിയിരിക്കുന്നത്? ഇല്ല, അത് എൻ്റെ സ്വന്തം പേരിൽ തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരുള്ള ഫ്ലാറ്റോ? അതും എൻ്റെ പേരിൽ തന്നെയാണ്. അതിൽ സന്ദീപ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചോദിച്ചാൽ ഫ്ലാറ്റിലേക്ക് കുറച്ച് ഫർണിച്ചർ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത് സന്ദീപാണ്. അത്രയല്ലേ ഉള്ളൂ? അതെ, അത്രയേ ഉള്ളൂ. ഈ ഗുരുവായൂർ അമ്പലത്തിൽ സൈൻ ചെയ്ത പേപ്പർ, അത് നിയമപ്രകാരം വാലിഡ് അല്ല. അവിടെ ഒരു രജിസ്റ്ററിൽ നമ്മൾ ഒപ്പുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഗലി സബ് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ വിവാഹം നിയമപ്രകാരമാകൂ എന്നാണ് എൻ്റെ ഒരു അറിവ്, നവീൻ പറഞ്ഞു. അതെ ചേട്ടാ, ഞങ്ങളും അത് തന്നെ നോക്കിയപ്പോൾ കണ്ടത്, പെട്ടെന്ന് ഇഷാനി പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പറഞ്ഞു നിർത്തിയത് ഉദയനാണ്. അതിൻ്റെ ആ പക്ഷി എന്താണെന്ന് മനസ്സിലായതും ഗംഗ തല കുനിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ടാണേ ഞാൻ വേഗം നിർത്തുന്നതേ. ബാക്കി നാളെ തരാവേ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.